അതുകൊണ്ടാണ് പൂർണ്ണ വളർച്ചയെത്തും മുമ്പ് മരിച്ചു പോകുന്ന ഒരേ ഒരു ജീവിയാണ് മനുഷ്യൻ എന്നുള്ളൊരു ആമുഖ വാക്യം അതിനകത്ത് വന്നത്. അദ്ദേഹത്തിനാൽ തീണ്ടപ്പെടാതെ അല്ലെ അദ്ദേഹത്തിനാൽ ബാധിക്കപ്പെടാതെ ഈ സർഗാത്മകതയൊന്നും ബാധിതരാകാത്ത ഒരു ജനതയായിട്ട് ഒരു 100 വർഷം കഴിയുന്ന ഒരു ആൾക്കൂട്ടത്തെയാണ് ഞാൻ സങ്കല്പിച്ചത്. ഒരു ഗ്രാമം. അത് വല്ലപ്പോഴും കഥ എഴുതുന്ന ആളാണ് ഞാൻ. 35 വർഷത്തെ കഥാജീവിതത്തിൽ ഞാൻ 30 കഥ പോലും തികച്ച് എഴുതിയിട്ടില്ലാത്ത ആളാണ്. 44 പുഴകളും നമ്മൾ നിരന്തരം അതിനോട് കാണിക്കുന്ന ഉദാസീനത നിറഞ്ഞ അപമാനത്തെ പുഴകൾ പ്രതികാരത്തോടെ വന്ന് നമ്മൾ കണ്ടു. 44 പുഴകളും കച്ചയിഴിച്ച് മലയാളിയുടെ മീതെ കവിച്ചിരുന്ന് മുക്കിക്കളഞ്ഞു. മഹാപ്രളയം ഉണ്ടായി. പക്ഷെ അവളുടെ കഥ ശ്ലോകത്തിൽ കഴിക്കുകയാണ്, അക്ഷരാർത്ഥത്തിൽ ശ്ലോകത്തിൽ കഴിക്കുകയാണ് വ്യാസം ചെയ്തത്. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കാലത്തും വായിക്കാവുന്ന, എന്നാൽ കുട്ടിക്കാലത്ത് പോലും വായിക്കാവുന്ന കൃതിയാണ് യഥാർത്ഥത്തിൽ ബാലസാഹിത്യം എന്ന് പറയുന്നത്. മനുഷ്യനാമുഖം 100 വർഷത്തെ മലയാളിയുടെ വൈകാരിക ചരിത്രം ആണ് നമ്മൾ എഴുതാൻ ഉദ്ദേശിച്ചത്. വൈകാരിക ചരിത്രമാകുമ്പോൾ തീർച്ചയായിട്ടും അതിനകത്ത് വ്യക്തികളുണ്ടാവും, കാലമുണ്ടെങ്കിലും 100 വർഷത്തെ കാലത്തേക്ക് ഉപരി ഒരു കുടുംബത്തിൻ്റെ കഥാപാത്രങ്ങളിലൂടെ ആ 100 വർഷം ഒഴുകിപ്പോകുന്ന രീതിയാണ് മനസ്സിലാദ്യം വന്നത്. അപ്പോൾ തീർച്ചയായിട്ടും സാമൂഹിക സാംസ്കാരിക പരിണാമങ്ങളുണ്ടാവും, രാഷ്ട്രീയപരമായിട്ടുള്ള ഉൾക്കാഴ്ചകൾ അതിനകത്ത് വരും. 100 വർഷത്തെ കഥയായതുകൊണ്ട് ഈ 100 വർഷം കൊണ്ട് നമ്മുടെ മലയാള ഭാഷയിലെ നോവൽ ആഖ്യാനങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ള ആഖ്യാന പരിണാമങ്ങൾ, ഭാഷാ പരിണാമങ്ങളുണ്ട്. ഇപ്പോൾ സി വി രാമപിള്ളയുടെ ഭാഷയല്ല പിന്നീട് എം ടി എഴുതുമ്പോൾ, അല്ലെങ്കിൽ അതിനുശേഷം മുകുന്ദൻ എഴുതുമ്പോൾ, വിജയൻ എഴുതുമ്പോൾ മാറുന്നു. അങ്ങനെ കാലാനുസൃതമായിട്ടുള്ള ഭാഷാ പരിണാമം വന്നിട്ടുണ്ട്. നമ്മുടെ ഗദ്യ ആഖ്യാനത്തിലെ ഭാഷാപരമായ പരിണാമങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരം എല്ലാ സവിശേഷതകളും ഒത്തുചേരുന്ന ഒരു ബൃഹദാഖ്യായികയാണ് ഞാൻ സങ്കല്പിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനകത്ത് കാലവും സ്ഥലവും കൂടാതെ ഈ വ്യക്തിയിൽ എങ്ങനെയാണ് ചരിത്രം പ്രതിഫലിക്കുന്നത് എന്നുള്ളൊരു ആലോചന കൂടി വന്നിരുന്നു. ഉദാഹരണത്തിന് ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ചില സംഭവങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് മഹാത്മാഗാന്ധി ആലുവ അദ്വൈതാശ്രമത്തിൽ വന്ന ആ കാലം, അല്ലെങ്കിൽ സ്കൈലാബ് വീഴും എന്ന് ഭയന്ന് മലയാളികൾ കഴിഞ്ഞിരുന്നൊരു കാലം, അങ്ങനെ EMS നമ്പൂതിരിപ്പാടിൻ്റെ മന്ത്രിസഭ അധികാരത്തിലേറ്റെടുക്കുന്ന കാലം, ഭൂപരിഷ്കരണം വരുന്ന കാലം, ഇന്ദിരാഗാന്ധി കൊല ചെയ്യപ്പെടുന്ന കാലം, അങ്ങനെ കടന്ന് 2026 അവസാനിക്കുന്ന ഒരു കഥയായിട്ടാണ് സങ്കല്പിച്ചത്. അങ്ങനെയുള്ള 100 വർഷത്തിൻ്റെ ഒരു നടു ആയിട്ട് ആണ് ഞാൻ ജിതേന്ദ്രനിൽ വരുന്ന ഒരു പരിണാമം സങ്കല്പിച്ച ഒരു വ്യക്തി എന്നുള്ള മട്ടിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തി പരിണാമം. അതായത് ഹൈലി ക്രിയേറ്റീവായിട്ടുള്ള സർഗാത്മകമായ എല്ലാ സാധ്യതകളും കൈവശമുണ്ടായിരുന്ന ഒരു മനുഷ്യൻ പുതിയ കാലത്തിൻ്റെ ഈ കോർപ്പറേറ്റ് യുഗത്തിൻ്റെ നമ്മുടെ സുഖഭോഗ കാമനകളുടെ സുഖാലസ്യത്തിൻ്റെയൊക്കെ പിടിയിൽ വെച്ചിട്ട് അതൊക്കെ വേണ്ട, അതിനോടൊക്കെ രാജിയാവുന്ന കഥയാണ് ഒരർത്ഥത്തിൽ. അതിൻ്റെ പുറമേക്കുള്ള തലം അതാണ്. സർഗാത്മകനായ മനുഷ്യനെ ഈ സുഖഭോഗങ്ങളുടെ ലഹരിയിലും മുക്കിക്കളയുന്ന ഒരു കാലത്തിലേക്ക് നമ്മൾ, എൻ്റെ ജീവിതം കൊണ്ട് ഞാനും അല്ലെങ്കിൽ നമ്മളുടെ തലമുറ പ്രവേശിച്ചതിനെ പറ്റിയുള്ള ഒരു ആധി കൂടിയായിരുന്നു അത്. അതുകൊണ്ടാണ് പൂർണ്ണ വളർച്ചയെത്തും മുമ്പ് മരിച്ചു പോകുന്ന ഒരേ ഒരു ജീവിയാണ് മനുഷ്യൻ എന്നുള്ളൊരു ആമുഖ വാക്യം അതിനകത്ത് വന്നത്. അപ്പോൾ അതിൻ്റെ ഇണ്ടൽ, അതിൻ്റെ ക്ലേശം, അതിൻ്റെ സർഗാത്മക ദുഃഖമാണ് ഞാൻ എഴുതാൻ ശ്രമിച്ചത്. അതുകൊണ്ടാണ് വൈകാരിക ചരിത്രമായതുകൊണ്ടാണ്, വൈകാരികത വ്യക്തികളുടേതായതുകൊണ്ട്. ഇപ്പോൾ സമൂഹം എന്ന് പറയുന്ന സമൂഹത്തിൻ്റെ വൈകാരികത എന്ന് പറഞ്ഞാൽ കുറച്ച് അങ്ങനെയുള്ള ക്രിമിനൽ മെൻറ്റാലിറ്റിയാണ്, ഒരു മൃഗത്തെ പോലെ പെരുമാറുന്ന സമൂഹം. അല്ലാതെ ഈ വ്യക്തിയിൽ മാത്രം സംഭവിക്കുന്ന ഇതളായിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള വൈകാരിക വ്യത്യസ്തതകൾ ഒരിക്കലും സമൂഹത്തിൽ സംഭവിക്കില്ല. അതിനുള്ള ശക്തി സമൂഹത്തിനില്ല, അല്ലെങ്കിൽ സമൂഹം അതിനെ കണക്കാക്കുന്നില്ല അത്തരം വൈകാരികതകൾ. അപ്പോൾ അതുകൊണ്ടാണ് ഒരു കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ ജിതൻ്റെ കഥയിലൂടെ, കുടുംബാംഗങ്ങളുടെ ബന്ധത്തിലൂടെ ഒരു 100 വർഷത്തെ കേരളത്തിൻ്റെ ചരിത്രം അവതരിപ്പിക്കാൻ ശ്രമിച്ചത്.
ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സർഗാത്മകതയെ സംബന്ധിക്കുന്ന ഒരു ആധിയാണ് ആ നോവലിൻ്റെ പ്രമേയം. അപ്പോൾ കേരളത്തിൻ്റെ നമ്മുടെ ഇതിഹാസത്തിലെയും ചരിത്രത്തിലെയും ഐതിഹ്യങ്ങളിലെയും ഏറ്റവും സർഗാത്മകനായ വ്യക്തി പെരുന്തച്ഛനാണ്. അത് ഞങ്ങളുടെ ഗ്രാമത്തിൻ്റെ കടുങ്ങല്ലൂരാണ് എൻ്റെ ഗ്രാമം, ആലുവയ്ക്കടുത്തുള്ള. പെരിയാർ എന്ന് പറഞ്ഞ പുഴ ഞങ്ങളുടെ ഗ്രാമത്തിൽ ഒരുമി കടന്നു പോകുന്നുണ്ട്. ആലുവപ്പുഴ എന്നാണ് ആ ഭാഗത്തിന്, ആ പെരിയാറിൻ്റെ ആ ഭാഗത്തിൻ്റെ കൈവഴിയുടെ പേര്. അതിൻ്റെ അപ്പുറം ഉളിയന്നൂർ എന്ന് പറഞ്ഞ ദേശമുണ്ട്, ഞങ്ങൾക്ക് അജ്ഞാതമാണ്. വെറും ഒരു 50 മീറ്ററിൻ്റെ അകലേ ഉള്ളൂ ആ ഗ്രാമമായിട്ട് കടുങ്ങല്ലൂരിനെങ്കിലും. ഈ പുഴ വട്ടം കിടക്കുന്നുണ്ട്. അന്ന് പാലം വരാത്തൊരു കാലമായതുകൊണ്ട് ആ ദേശവാസികളെയോ ആ മനുഷ്യരെയോ നമുക്കറിയില്ല. പക്ഷെ നമുക്കറിയാവുന്ന ഒന്ന്, ഉളിയന്നൂരാണ് പെരുന്തച്ഛൻ തൻ്റെ ഏറ്റവും സർഗാത്മകത നിറഞ്ഞ ഒരു ക്ഷേത്രം പണിയെഴുപ്പിച്ചതെന്നും വട്ടത്തിൽ, നീളത്തിൽ, ചതുരത്തിൽ നിന്ന് ഏത് ഭാഗത്ത് നോക്കിയാലും പലതായി കാണുന്ന ഒരു കുളം നിർമ്മിച്ചതെന്നുള്ള ഐതിഹ്യമായാലൊക്കെ ഉണ്ട്. അപ്പോൾ അത്രയും ഗംഭീരനായിട്ടുള്ള, ഇന്ത്യക്ക് തന്നെ അഭിമാനിക്കാവുന്ന, അല്ലെങ്കിൽ നമ്മുടെ ചരിത്രത്തിലെ ഏറ്റവും ഉജ്ജ്വലനായിട്ടുള്ള ഒരു സർഗാത്മക സ്ഥപതി ഒരു പുഴയ്ക്ക് അക്കരയുണ്ട്, 50 മീറ്ററിന് അകലെ ഉണ്ട്. അപ്പോൾ അത് ചരിത്രത്തിൻ്റെ ഒരു പ്രവാഹം പുഴയായിട്ട് സങ്കല്പിച്ചാൽ അദ്ദേഹത്തിനാൽ തീണ്ടപ്പെടാതെ, അല്ലെ അദ്ദേഹത്തിനാൽ ബാധിക്കപ്പെടാതെ, ഈ സർഗാത്മകതയൊന്നും ബാധിതരാകാത്ത ഒരു ജനതയായിട്ട് ഒരു 100 വർഷം കഴിയുന്ന ഒരു ആൾക്കൂട്ടത്തെയാണ് ഞാൻ സങ്കല്പിച്ചത്, ഒരു ഗ്രാമം. അപ്പോൾ തച്ചൻ അക്കരെയാണ് സർഗാത്മകനായ ആ മാക്സിമം ക്രിയേറ്റർ എന്ന് പറയുന്ന ആളെ അക്കരെ പുഴ കടത്തുക എന്ന് പറയും പഴയ കാലത്ത്. അങ്ങനെ തച്ചൻ്റെ അക്കരയായിട്ടുള്ള അതാണ് ഈ തച്ചൻ പറയുമ്പോൾ അവിടെ നോക്കുമ്പോൾ തച്ചൻ്റെ അക്കരയാണ് കടുങ്ങൽ ഞങ്ങളുടെ ഗ്രാമം. അപ്പോൾ ആ ഗ്രാമത്തിന് ഒരു അപരനാമം വേണം കടുങ്ങല്ലൂരിനും തോന്നിയപ്പോൾ ഞാൻ കോയിൻ ചെയ്തെടുത്ത വാക്കാണ് തച്ചന് അക്കരയായിട്ട് തോന്നുന്ന സ്ഥലം. അത് ക്രിയേറ്റിവിറ്റിയുടെ ജസ്റ്റ് ഓപ്പോസിറ്റ്. അതിൻ്റെ നടുക്ക് കാലത്തിൻ്റെ ഒരു പ്രവാഹമുണ്ട്. അത് ആലുവപ്പുഴ മാത്രമല്ല, 100 വർഷത്തിൻ്റെ കാലം കൂടിയാണ് ഒഴുകിപ്പോകുന്നത്. അതുകൊണ്ടാണ് തച്ചനക്കര എന്നൊരു പേര് അതിന് വരാനുള്ള കാരണം. മനുഷ്യനെ പറ്റി സമഗ്രമായിട്ട് എഴുതണം എന്നുള്ളൊരു ആഗ്രഹമാണ് ഏത് എഴുത്തുകാരനെയും എഴുത്തിലേക്ക് നടത്തുന്ന ഒരു ഘടകം എന്ന് പറയുന്നത്. പക്ഷേ ഞാനത് എഴുതി തുടങ്ങിയത് ഒരു 24-25 വയസ്സിലാണ്. 25 വയസ്സിൽ എഴുതിയ മനുഷ്യനൊരു ആമുഖം എന്ന നോവലിൻ്റെ 1-ാം അധ്യായം എന്നൊരു ചെറുകഥ എനിക്കുണ്ട്. എൻ്റെ കഥാസമാജത്തിൽ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് കേളി EP ശിവകുമാർ സ്മാരക കേളി പുരസ്കാരം കിട്ടിയതാണ് ആ സമയത്ത്. അന്ന് ഞാൻ എൻ്റെ യൗവനം തുടങ്ങിയിട്ടേ ഉള്ളൂ. അതെനിക്ക് തന്നത് സുഗതകുമാരി ടീച്ചറാണ്. ആ സമ്മാനം ചടങ്ങ് നടത്തിയപ്പോൾ ശിവകുമാറിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട്, മലയാളത്തിലെ ഏറ്റവും ഗംഭീരനായ ഒരു ചെറുതായിരുന്നു VP ശിവകുമാർ, അതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി തന്നതാണ്. അപ്പോൾ അത് അന്ന് ഞാൻ പക്ഷേ ഒരു നോവലായിട്ട് ഇത് വളർത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിരുന്നില്ല. കാരണം വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും ഒരു നോവലിൽ ഒരു ബൃഹദാഖ്യായിക എഴുതാനുള്ള എൻ്റെ കോപ്പിനെ പറ്റി എനിക്ക് സംശയം ഉണ്ടായിരുന്നു. അത് എനിക്ക് സാധിക്കുമോ, നമ്മുടെ ജോലി തിരക്കിൻ്റെയും ജീവിതത്തിൻ്റെ ഓട്ടത്തിൻ്റെ ഇടയ്ക്ക് അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു വലിയ പുസ്തകം എഴുതാൻ എനിക്ക് സാധിക്കുമോ എന്നുള്ള ഭയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ സങ്കല്പിച്ച ഒരു ചെറുകഥയ്ക്ക് ഞാൻ മനുഷ്യനാമുഖം എന്ന നോവലിൻ്റെ 1-ാം അധ്യായം എന്നാണ് പേരിട്ടത്. കാരണം ഭാവിയിൽ എപ്പോഴെങ്കിലും 2-ാം അധ്യായം 3-ാം അധ്യായം അങ്ങനെ കുറേ അധ്യായങ്ങൾ എഴുതാൻ സാധിക്കും എന്നുള്ള പ്രത്യാശയോടെ. എന്നാൽ അതൊരു ചെറുകഥയായിട്ട് പ്രസിദ്ധീകരിക്കാൻ കൊടുത്തു. എനിക്ക് ഭയമായി. കാരണം ഇതും വരാതിരുന്നാൽ പ്രശ്നമല്ലേ. അത് വല്ലപ്പോഴും കഥ എഴുതുന്ന ആളാണ് ഞാൻ. 35 വർഷത്തെ കഥാജീവിതത്തിൽ ഞാൻ 30 കഥ പോലും തികച്ച് എഴുതിയിട്ടില്ലാത്ത ആളാണ്. അപ്പോൾ കഥകൾ ചോദിച്ച് ഒരുപാട് പേര് ചോദിക്കുമ്പോൾ ഞാൻ ഈ എഴുതി വെച്ച നോവലിൻ്റെ ഒരധ്യായം, അത് എൻ്റെ മനുഷ്യനാമുഖം എന്ന് പറഞ്ഞ പിൽക്കാലത്ത് ഇറങ്ങിയ നോവലിലെ ഒരു 22-ാമത്തെ മറ്റോ അധ്യായമായിട്ട് വരുന്നുണ്ട്. അത് ആസിറ്റീസ് അങ്ങനെ തന്നെ എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അത് 1-ാം അധ്യായം ആയിരുന്നില്ല, അത് പിന്നീടുള്ളൊരു അധ്യായം മാറി. അപ്പോൾ ഈ ആഗ്രഹം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മനുഷ്യനെ പറ്റി സമഗ്രമായൊരു നോവൽ എനിക്ക് പൂർത്തിയാക്കാൻ സാധിക്കുകയില്ലെന്നും, എന്നാൽ എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു വലിയ നോവലുണ്ട് എന്നും, അതങ്ങനെ എഴുതി പൂർത്തിയാക്കിയാൽ അതിന് ഞാൻ എഴുതാൻ പോകുന്നൊരു ആമുഖക്കുറിപ്പായിരിക്കും ഈ അധ്യായം എന്ന് സങ്കല്പിച്ചുകൊണ്ടാണ് ഞാൻ ആ ഭാഗം അന്ന് എഴുതിയത്. അതുകൊണ്ടാണ് അതിനങ്ങനെ അതുകൊണ്ട് മനുഷ്യനാമുഖം എന്നുള്ള നോവൽ സങ്കല്പിക്കപ്പെട്ട സമയത്ത് തന്നെ അതിൻ്റെ ശീർഷകം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. മനുഷ്യനാമുഖം എന്നായിരിക്കും അതിൻ്റെ പേര്. കാരണം സമഗ്രമായിട്ട് എഴുതാൻ സാധിക്കാത്തൊരു ബാലൻ അതിൻ്റെ ഒരു ആമുഖം എഴുതി, അല്ലെങ്കിൽ മനസ്സിലാക്കപ്പെട്ട ജീവിതത്തിന് ഒരു ആമുഖക്കുറിപ്പ് എഴുതി വെച്ചു എന്നുള്ള മട്ടിലാണ് പേര് സങ്കല്പിച്ചത്. അത് പിന്നീട് ഉണ്ടായതാണ്. നോവലിൻ്റെ മുഴുവനായിട്ട് നോവൽ എഴുതി തുടങ്ങിയപ്പോൾ ഉണ്ടായ സംഗതിയാണ്. അതായത് ഇവിടെ ഈ കാലത്തിൽ ഈ ഗ്രാമത്തിൽ നടന്നതാണ് എന്ന് പറയുന്ന സാങ്കല്പികമായിട്ടുള്ളൊരു കഥയാണെങ്കിൽ പോലും അത് ഭാവിയിലേക്കും വായിക്കപ്പെടണമെന്നും, താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ ലോകത്തിൻ്റെ എല്ലായിടത്തും അതിനൊരു സാങ്കത്യം വരണം, സാധുത വരണം എന്നൊരു ദുരാഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു.
അപ്പോൾ നമ്മൾ മലയാളത്തിലൊക്കെ പഠിക്കുമ്പോൾ MA-ക്കൊക്കെ പഠിക്കുമ്പോൾ ഇതിഹാസം എന്ന് പറയുന്ന ഒരു കാവ്യ ശാഖയുടെ ലക്ഷണമായിട്ട് ചില കാര്യങ്ങൾ പഠിക്കും. അത് ധർമാർത്ഥ കാമമോക്ഷാണ ഉപദേശ സമന്വിതം പൂർവവൃത്തം കഥായുക്തം ഇതിഹാസം പ്രചക്ഷത എന്നാണ് അതിൻ്റെ അതായത് ധർമ്മം, അർത്ഥം, കാമം എന്ന് പറയുന്ന പുരുഷാർത്ഥങ്ങളെപ്പറ്റി പറയുന്നതും ഉപദേശ സമന്വിതവും പണ്ട് നടന്ന ഒരു വൃത്തം, പുരാവൃത്തം കഥിക്കുന്നതുമായിട്ടുള്ള ഒരു കാവ്യ ശാഖയാകുന്നു ഇതിഹാസം എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ഇതിഹാസ സൃഷ്ടിയാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ ആദ്യം ഒരു ദുരഭിമാനം ആദ്യം തന്നെ മിഥ്യാഭിമാനം ഉണ്ടാക്കിയെടുക്കുകയും എൻ്റെ പുസ്തകം ധർമ്മത്തെയും അർത്ഥത്തെയും കാമത്തെയും അഭിസംബോധന ചെയ്യുന്ന ഒന്നായിരിക്കുമെന്ന് സങ്കല്പിക്കുകയും അങ്ങനെ 4 ഭാഗങ്ങൾ എഴുതാം എന്നാണ് കരുതിയത്. അപ്പം മനുഷ്യൻ്റെ ഈ പറയുന്ന ഭാഗങ്ങളിൽ വരുന്ന ധർമ്മത്തെപ്പറ്റി, അർത്ഥത്തെപ്പറ്റി, കാമത്തെപ്പറ്റി, മോക്ഷത്തെപ്പറ്റിയുള്ള ഞാൻ മനസ്സിലാക്കിയ സങ്കല്പങ്ങൾ ഒരു കുടുംബത്തിൻ്റെ കഥയോട് ഇഴ ചേർത്തിട്ട് ചെയ്യാം എന്നുള്ള സങ്കല്പത്തിലാണ് അത് പൂർത്തിയാക്കിയത്. കഥയിൽ ഞാൻ അവതരിപ്പിക്കുന്ന അമ്മകൾ ഒക്കെ ആ കഥയിലെ കഥാപാത്രം ഏതെങ്കിലും ഒരു കഥാപാത്രത്തിൻ്റെ അമ്മയായിട്ടാണ് അവതരിപ്പിക്കപ്പെടുന്നതെങ്കിലും എൻ്റെ സങ്കല്പത്തിൽ അമ്മ എന്ന് പറയുമ്പോൾ പ്രകൃതിയും ഭാഷയും സംസ്കാരവും നമ്മുടെ ദേശമൊക്കെ ഉൾപ്പെടുന്ന ഒരു മാതൃസ്വരൂപമാണ്. അതിനെപ്പറ്റിയുള്ള എൻ്റെ ധാരണകളും അതിനോടുള്ള എൻ്റെ ആദരവും ഞാൻ സ്ത്രീ കഥാപാത്രത്തിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് പ്രതീക്ഷ നഷ്ടം എന്ന് പറഞ്ഞ കഥയിൽ അമ്മയുടെ ഗർഭപാത്രം കളയുന്ന മകനെയാണ് അവതരിപ്പിക്കുന്നതെങ്കിലും അമ്മ എന്ന കഥാപാത്രം ആ കഥയിൽ പ്രത്യക്ഷപ്പെടുന്നില്ല. എൻ്റെ തീം അമ്മയാണെങ്കിലും കഥയിൽ അമ്മ പ്രത്യക്ഷപ്പെടുന്നില്ല. അമ്മയെപ്പറ്റി സങ്കല്പിക്കുമ്പോൾ ഗർഭപാത്രം ഇല്ലാത്ത അമ്മയെപ്പറ്റി ഓർക്കുമ്പോൾ നരേന്ദ്രൻ വിചാരിക്കുന്നത് ഇപ്പോൾ അമ്മയെ എങ്ങനെ വിശേഷിപ്പിക്കാൻ പറ്റും? ഒഴുക്ക് നിലച്ച ഒരു പുഴ പോലെയോ? അങ്ങനെ 2-3 പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട 2-3 ഇമേജുകളിലാണ് അവൻ അമ്മയെപ്പറ്റി ആലോചിക്കുന്നത് തന്നെ. വാസ്തവത്തിൽ അത് അമ്മ എന്ന് പറയുന്നത് നമ്മുടെ അധിഷ്ഠാനമായിട്ടുള്ള നമ്മുടെ സംസ്കാരം, നമ്മുടെ പ്രകൃതി, നമ്മുടെ പുഴകൾ, നമ്മുടെ മണ്ണൊക്കെയാണ്. ഇപ്പോൾ പിൽക്കാലത്ത് ഞാൻ എഴുതിയ സമുദ്രശില എന്ന് പറയുന്ന നോവലിൻ്റെയും കേന്ദ്ര പ്രമേയം തന്നെ അതാണ്. 44 പുഴകളും നമ്മൾ നിരന്തരം അതിനോട് കാണിക്കുന്ന ഉദാസീനത നിറഞ്ഞ അപമാനത്തെ പുഴകൾ പ്രതികാരത്തോടെ വന്ന് നമ്മൾ കണ്ടു. 44 പുഴകളും കച്ചയഴിച്ച് മലയാളിയുടെ മീതെ കവച്ചിരുന്ന് മുക്കിക്കളഞ്ഞു. മഹാപ്രളയം ഉണ്ടായി. ആ സംഭവമാണ് യഥാർത്ഥത്തിൽ സമുദ്രശില എന്ന് പറയുന്നതിൻ്റെ ബീജം എന്ന് പറയുന്നത്. അതിനെ ഒരു വ്യക്തി കേന്ദ്രീകൃതമായ ഒരു കുടുംബകഥയിലേക്ക് മാറ്റിയപ്പോഴാണ് അംബ എന്ന് പറയുന്ന അമ്മയും ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒന്നിനും വയ്യാത്തൊരു മകനും ജനിച്ചത്, എൻ്റെ മനസ്സിൽ ജനിച്ചത്. സത്യത്തിൽ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു കുട്ടിയല്ല അതിൻ്റെ കഥാപാത്രം, മലയാളി തന്നെയാണ്. മലയാളി യൗവനത്തെ അവതരിപ്പിക്കാനായിട്ട് ഞാനൊരു മെറ്റഫറിനെ കണ്ടുപിടിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ശരീരത്തിനും ഒന്നും അനക്കാൻ പറ്റാത്തൊരു കുട്ടിയാണെങ്കിൽ അവന് തൻ്റെ ആകെ ചലിപ്പിക്കാൻ പറ്റുന്ന വിരലുകൊണ്ട് പോൺ സൈറ്റുകൾ തപ്പാൻ അവന് പറ്റുന്നുണ്ട്. അവൻ മാതൃരതിയുള്ള പോൺ സൈറ്റുകളാണ് അവൻ കണ്ടെത്തുന്നതും ആസ്വദിക്കുന്നത്. അത് ബോധപൂർവം ചെയ്ത ഒരു സംഗതിയാണ്. അതായത് നമ്മുടെ ഭാഷ അടക്കമുള്ള നമ്മുടെ മാതൃഭാഷ അടക്കമുള്ള നമ്മുടെ മാതൃസ്വരൂപങ്ങളോട് മലയാളി കാണിക്കുന്ന കുറ്റകരമായിട്ടുള്ള ഉദാസീനത അല്ലെങ്കിൽ അവജ്ഞ, അതിനെപ്പറ്റി എഴുതാൻ തന്നെയാണ് ഞാൻ ആ കഥ എടുത്തത്. അതെ, അത് നമ്മളിപ്പോൾ ജെൻഡറുകളെ പറ്റി പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അറിയാതെ അല്ലെങ്കിൽ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ അറിയാതെ മനസ്സിൽ കാണുന്ന ഒരു സ്ഥാന നിലയുണ്ട്. അത് ഒന്നാമൻ പുരുഷൻ, രണ്ടാമൻ സ്ത്രീ, മൂന്നാമൻ ട്രാൻസ്ജെൻഡർ എന്നുള്ള മട്ടിലാണ് നമ്മുടെ മനസ്സിൽ വരിക. തേർഡ് ജെൻഡർ നമ്മൾ ഒരു കാലത്ത് പറഞ്ഞിരുന്നു. ഇപ്പോൾ തേർഡ് ജെൻഡർ എന്നുള്ള വാക്ക് ഉപയോഗിച്ചുവിടാം മീൻസ് അത് പൊളിറ്റിക്കലി കറക്റ്റ് അല്ല എന്ന് പറയുന്നത് ശരിയാണത്. കാരണം അവർ പറയുന്ന ആ വ്യക്തികൾ പറയും ഞങ്ങൾ 1ഉം 2ഉം കഴിഞ്ഞിട്ടുള്ള മൂന്നാമത്തെ ടീമല്ല, ഞങ്ങൾ ഒന്ന് തന്നെയാണ്. മനുഷ്യൻ എന്നുള്ള പൊതു സംജ്ഞയിൽ ആണ് പോലെ പെണ്ണ് പോലെ ഒപ്പം നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ പുരുഷന്മാർ അത് പെണ്ണ് പോലും സമരാണെന്ന് സങ്കല്പിക്കാത്തവരാണ് പുരുഷന്മാർ. അവർ പെണ്ണ് 2ആം ആണെന്ന് വിചാരിക്കുകയും ട്രാൻസ്ജെൻഡർ 3ആമാണെന്ന് കരുതുകയും ചെയ്യുന്നതുകൊണ്ടാണ് ഈ തേർഡ് ജെൻഡർ എന്നുള്ള പ്രയോഗം ഇംഗ്ലീഷിലും 3ആം ലിംഗം എന്നുള്ള പ്രയോഗം മലയാളത്തിൽ ഉണ്ടായി വന്നത്. തേർഡ് എന്ന് പറയുമ്പോൾ ഒരു പൊസിഷനാണ്, 3ആമത്തെ പൊസിഷനാണ് നമ്മൾ കൽപ്പിച്ചു കൊടുക്കുകയാണ്. ആൺ സമൂഹമാണ് പുരുഷാധികാര വ്യവസ്ഥ ഈ ഉഭയലിംഗികളായിട്ടുള്ള വ്യക്തികളെ, ട്രാൻസ്ജെൻഡേഴ്സിനെ 3ആം ആളായിട്ട് 3ആമത്തെ സ്ഥാനം കൽപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതിനെതിരെയുള്ള ഒരു ധാരണ വളർത്തിയെടുക്കണം എന്നുള്ളൊരു ആഗ്രഹം, അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ
കോൺഷ്യസ്നസ് നമ്മുടെ മനസ്സിൽ, നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായി വന്നൊരു കാലത്താണ് ഇത് കഥ എഴുതുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അംബയുടെ ജീവിതം പറയുന്ന സമയത്ത് സ്ത്രീ മാത്രമായിട്ട് പരിഗണിക്കപ്പെടാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ സ്ത്രീയുടെ കഥയായിട്ട് മാത്രം പരിഗണിക്കപ്പെടാൻ സാധ്യതയുള്ള ഒന്നിനെ പറ്റി എഴുതുമ്പോൾ അതിൽ പുരുഷനാൽ അധിക്ഷേപിക്കപ്പെടുകയും നിരന്തരം അപമാനിക്കപ്പെടുകയും ചെയ്യുന്നൊരു പെണ്ണിൻ്റെ കഥ എഴുതാൻ ആഗ്രഹിച്ചപ്പോൾ ഞാനത് പുരാണമായിട്ട് കണക്ട് ചെയ്ത് നോക്കിയായിരുന്നു മനസ്സുകൊണ്ട്. അപ്പോൾ കണ്ട ഒരു അത്ഭുതം, വ്യാസൻ അംബ, 3 സ്ത്രീകൾ, ഒരേ തുല്യ പദവിയുള്ള 3 സ്ത്രീകളെ ഭീഷ്മരാൽ തട്ടിയെടുക്കപ്പെട്ട് വീത്രവീര്യൻ്റെ അടുക്ക് വിവാഹിതരായ വരുന്ന സമയത്ത് അംബ മാത്രമാണ് അതിനെ കുതിരി മാറാൻ എനിക്കൊരു കാമുകനുണ്ടെന്ന് പറഞ്ഞ് പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ബാക്കി കഥ നമുക്കറിയാം. യുധിഷ്ഠിരനുണ്ടായി, പാണ്ഡു ഉണ്ടായി, അംബ മാത്രം അതിൽ നിന്ന് മാറി. പക്ഷെ അവളുടെ കഥ ശ്ലോകത്തിൽ കഴിക്കുകയാണ്, അക്ഷരാർത്ഥത്തിൽ ശ്ലോകത്തിൽ കഴിക്കുകയാണ് വ്യാസം ചെയ്തിട്ടുള്ളത്. അതായത് അവൾ തിരിച്ചു വന്നപ്പോൾ അവളുടെ കാമുകൻ അവളെ സ്വീകരിച്ചില്ല, കാശിരാജൻ അവളുടെ അച്ഛൻ സ്വീകരിച്ചില്ല, അവൾ അഭയം തിരക്കിച്ചെന്ന സാക്ഷാൽ പരശുരാമൻ, ദൈവമായിട്ടുള്ള പരശുരാമൻ ഭീഷ്മരുടെ യുദ്ധത്തിന് വന്നെങ്കിലും പരശുരാമൻ തോറ്റുപോയി. അപ്പോൾ ഇവൾ എല്ലായിടത്തും തോൽക്കപ്പെട്ടൊരു സ്ത്രീയായി. അങ്ങനെ യമുനയുടെ തീരത്ത് ചെത കൂട്ടി സ്വയം മരിക്കുന്ന, ആത്മാഹുതി ചെയ്യുന്ന ഒരു കഥാപാത്രമായിട്ട് വ്യാസൻ അംബയുടെ കഥ അവസാനിപ്പിക്കുന്നത്. അതൊരു തന്ത്രത്തിൽ അവസാനിപ്പിക്കുന്നത്. ഈ കഥാപാത്രത്തെ ഇവിടുന്ന് മാറിപ്പോയ ഒരാളെ എങ്ങനെ ഒടുക്കും എന്നുള്ളത്. പക്ഷേ അവൾക്കൊരു കോൺസലേഷൻ പ്രൈസായിട്ട്, ഒരു പ്രോത്സാഹന സമ്മാനം പോലെ, കുഴപ്പമില്ല, നീ അടുത്ത ജന്മത്തിൽ ഒരു ട്രാൻസ്ജെൻഡറായിട്ട് ജനിക്കും എന്നൊരു അധികമാനം കൊടുക്കുകയാണ്. അത് ശരിക്കും ഒരു പഴയ കാലത്തിൻ്റെ നിലയ്ക്ക് അത് കുഴപ്പമില്ലെങ്കിലും ഇപ്പോൾ അത് വായിക്കുമ്പോൾ അതൊരു ശരിയല്ലാത്ത ഒരു ഇതാണ്. അതായത് സ്ത്രീയായി പോലും പരിഗണിക്കപ്പെടാതെ, അതായത് കാമുകിയായിട്ടോ അമ്മയായിട്ടോ ഒന്നും ജീവിതം പുലർത്താൻ പറ്റാത്ത ഒരു സ്ത്രീ അപമാനിതയായി പരിത്യക്തയായിട്ട് ആത്മഹത്യ ചെയ്യുമ്പോൾ അവളെ പിന്നെ ആ ആണല്ലെങ്കിൽ പെണ്ണല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ എന്നുള്ള പഴയ കാലം മുതൽ തുടരുന്ന ആ പൊസിഷനിങ്ങിൽ 3ാം സ്ഥാനത്തേക്കാണ് കൊടുക്കുന്നത്. അന്നത്തെ ബോധം അനുസരിച്ചിട്ട് ട്രാൻസ്ജെൻഡർ ആയിട്ട് ശിഖണ്ഡിയായിട്ട് ജനിക്കൂ നീ, എന്നിട്ട് ഭീഷ്മരെ വധിക്കാനായിട്ട് നിമിത്തമാകുമെന്ന് പറഞ്ഞിട്ടാണ്. അത് ശരിയല്ല എന്ന് എനിക്ക് തോന്നി. അത് അന്ന് മുതലുള്ള സംഗതി ശരിയല്ല എന്ന് തോന്നി. അതുകൊണ്ടാണ് അംബ എന്ന് പറഞ്ഞ കഥാപാത്രത്തിലേക്ക് കൊണ്ടുവന്നത്. അവൾ സ്ത്രീയായിട്ട് തന്നെ ജനിക്കട്ടെ, അവൾ വീണ്ടും 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 സ്ത്രീയായിട്ട് ജനിക്കട്ടെ. അത് ആണിനേക്കാൾ താഴെയോ ട്രാൻസ്ജെൻഡറിനേക്കാൾ മുകളിലോ അല്ലാത്ത പൂർണ്ണയായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് തന്നെ അവൾ എല്ലാ കാലത്തും സ്ത്രീയായിട്ട് തന്നെ ജീവിക്കുകയും ലോകത്തെ മനസ്സിലാക്കുകയും അറിയുകയും ചെയ്യട്ടെ. പക്ഷേ എന്നിട്ടും ഇത്രയും കാലം കഴിഞ്ഞിട്ടും 21ാം നൂറ്റാണ്ടിലേക്ക് നമ്മൾ പുലർന്നിട്ടും അവൾ ഇപ്പോഴും ആ ആണധീശത്തെ അതേ മട്ടിൽ തന്നെ അനുഭവിക്കുന്നതാണ് ആ കഥ. അവൾക്കതിൽ നിന്ന്, അവളുടെ വ്യക്തിത്വം അത്ര ഉജ്ജ്വലമായിരുന്നിട്ടും അവൾക്ക് അതിൽ നിന്ന്, ഈ ലാബറിന്തിൽ നിന്ന്, ഈ രാവണൻകോട്ടയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് അംബയെ നമ്മൾ ആ കഥാപാത്രമായിട്ട് അതിനകത്ത് കൊണ്ടുവന്നത്. ജ്ഞാനസ്നാനം ഒരുപക്ഷെ ഒരു 10 വർഷമെങ്കിലായിട്ട് മനസ്സിലുള്ളൊരു സങ്കല്പമാണത്. അത് കൃത്യമായിട്ട് പറഞ്ഞ 2014 മുതൽ എന്നെ മതിച്ച ഒരു കാര്യത്തിൻ്റെ സാഹിത്യാവിഷ്കാരമാണ്. പക്ഷെ അതിന് എങ്ങനെ ഏറ്റവും ഭംഗിയായിട്ട് പറയും, ഏറ്റവും കലാപരമായിട്ട് പറയും എന്നുള്ളൊരു ആലോചന മനസ്സിലുണ്ടായിരുന്നു. ഒരു അന്യാപദേശം കണക്ക് പറയുക, അതിൽ നിന്നെല്ലാം ധ്വനിപ്പിക്കുക. അപ്പം ഞാൻ വിചാരിക്കുന്നത്, ഇപ്പോൾ സനാതനികളെ പറ്റിയുള്ള ചർച്ച വരുന്നു, സർവ സ്ഥലത്തും ആധിപത്യം സ്ഥാപിക്കുന്ന ഒരു ഹൈന്ദവ തീവ്രതയെ പറ്റിയുള്ള ചർച്ച വരുന്നു. ഇതിനെല്ലാം ഉള്ളൊരു പ്രതിവിധി നമ്മുടെ കയ്യിൽ ഗാന്ധി എന്ന് പറഞ്ഞ വലിയൊരു ഔഷധമായിട്ട് നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. അത് നമ്മൾ കോൺഗ്രസ്സുകാർ പോലും മറന്നു പോയതാണ് നമ്മുടെ കാലം നേരിടുന്ന ഏറ്റവും വലിയ വിപത്തെന്ന് പറയാം. അപ്പോൾ മഹാത്മാഗാന്ധിയെ തിരിച്ചു കൊണ്ടുവരിക വഴി ഞാൻ കരുതിയ ഈ ആശയത്തെ എങ്ങനെ സാക്ഷാത്കരിക്കാൻ പറ്റും എന്നാണ് പിന്നെ ആലോചന പോയത്. അങ്ങനെയാണ് ഗാന്ധിയുടെ ഏതെങ്കിലും ഒരു ദിവസമോ ഏതെങ്കിലും ഗാന്ധിയൻ സന്ദർഭമോ എടുത്തിട്ട് അതിലൂടെ ഈ കാര്യം ഭംഗിയന്തരേണ പറയാൻ പറ്റുമെന്നുള്ള ആലോചനയ്ക്ക് പോയത്. അങ്ങനെ ഗാന്ധിയെപ്പറ്റി കുറേ വായിച്ചപ്പോഴാണ് ദണ്ഡി യാത്ര എന്ന് പറയുന്ന ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഉപ്പിനെ രാഷ്ട്രീയ സമര ആയുധമാക്കി മാറ്റിക്കൊണ്ടുള്ള ആ യാത്രയിലൂടെയും ഞാൻ ചരിത്രത്തിൽ കടന്നുപോയത്. അപ്പോൾ എനിക്കൊന്ന് ഏറ്റവും ഗംഭീരമായിട്ട് പറയാൻ പറ്റിയ സന്ദർഭം ഇതാണ്. ഒരു ഭാരത് ജോഡോ യാത്ര എന്നൊക്കെ പറഞ്ഞിട്ട് പിൽക്കാലത്തൊരു മറ്റൊരു ഗാന്ധി ഒരു യാത്രയൊക്കെ നടത്തിയതിൻ്റെ പശ്ചാത്തലം കൊണ്ട് ഓർത്തു വെച്ചാൽ അതിൻ്റെ ആഴം നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. വെറും കാൽനടയായിട്ട്, ഇടയ്ക്ക് വാഹനത്തിൽ കയറാതെ, AC-യിൽ കയറാതെ, കാരവൻ ഉപയോഗിക്കാതെ അദ്ദേഹം നടത്തിയ 24 ദിവസം നിൽക്കുന്ന പദയാത്രയെപ്പറ്റി എഴുതുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ധ്വനിപ്പിക്കാൻ സാധിക്കും എന്ന് എനിക്ക് തോന്നി. 81 പേരെ അദ്ദേഹം സെലക്ട് ചെയ്ത രീതി, ഈ പദയാത്രയിൽ 80 പേര് അദ്ദേഹം അടക്കം
81 പേര്. ഉപ്പിലേക്ക് അദ്ദേഹം എത്തിയതിൻ്റെ ഒരു ദാർശനികമായ പൊരുൾ, അദ്ദേഹത്തിൻ്റെ ആശ്രമം എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ സങ്കല്പം, മിനിമലിസം എന്ന് പറയുന്ന ആശയവുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ താതാത്മ്യം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒറ്റയടിക്ക് പറയാം എന്നെനിക്ക് തോന്നി. നിയമലംഘന പ്രസ്ഥാനം എന്ന് അദ്ദേഹം വിളിച്ച ഒരുപാട് സിവിൽ ഡിസോബീഡിയൻസ് എന്ന് പറയുന്ന സംഗതിയുടെ ഒരു അധികമാനം ശരിക്കും ഉപ്പു സത്യാഗ്രഹത്തിലുണ്ട്. അത് ജീവോ ജീവസ്യ ജീവനം എന്ന് പറയുന്ന ഒരു പ്രമാണത്തിൻ്റെ ലംഘനം കൂടിയാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു മറ്റൊരു തരത്തിലുള്ള ഒരു പ്രമാണ ലംഘനം, നിയമലംഘനം എന്ന് പറയുന്നത് ഉപ്പിലേക്ക് അദ്ദേഹം എത്തിയതാണ്. അതാണ് അതിനകത്ത് പറയാൻ ശ്രമിക്കുന്നത്. എല്ലാ ജീവനുകളും മറ്റു ജീവനുകളെ ആസ്പദിച്ച് ജീവിക്കുന്നു എന്നുള്ള വാചകമാണ്, പ്രമാണമാണ്, നിയമമാണ് ജീവോ ജീവസ്യ ജീവനം എന്ന് പറയുന്നത്. സസ്യാഹാരി പോലും ഒരു അർത്ഥത്തിൽ മറ്റൊരു ജീവനെയാണ് സ്വന്തം ജീവനുടെ ഉപയുക്തമാക്കുന്നത്. അങ്ങനെയല്ലാത്തൊരു വസ്തുവിലേക്ക്, അതായത് ഉപ്പിലേക്ക് മഹാത്മാഗാന്ധി നടന്നെത്തിയ കഥയാണ്, അല്ലെങ്കിൽ ചെന്നെത്തിയ കഥയാണ് ജ്ഞാനസ്നാനം പറയുന്നത്. വാസ്തവത്തിൽ ലോകത്തിലെ എല്ലാ വലിയ മഹത്തായ ബാലസാഹിത്യ കൃതികളുടെയും ഒരു ഗുണം അത് കുട്ടിക്കാലത്ത് മാത്രമല്ല വായിക്കാൻ പറ്റുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കാലത്തും വായിക്കാവുന്ന, എന്നാൽ കുട്ടിക്കാലത്ത് പോലും വായിക്കാവുന്ന കൃതിയാണ് യഥാർത്ഥത്തിൽ ബാലസാഹിത്യം എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ തെറ്റിദ്ധാരണ പലപ്പോഴും കുട്ടികൾക്ക് വായിക്കാനുള്ള സാഹിത്യം എന്നാണ്. തീർച്ചയായിട്ടും കുട്ടികൾക്ക് വായിക്കാൻ പറ്റണം, കുട്ടികൾക്ക് വായിച്ച് തുടങ്ങാൻ പറ്റണം. അതേ കുട്ടി തന്നെ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലും ഈ കൃതി വായിക്കുമ്പോൾ പല വ്യത്യസ്ത മാനങ്ങൾ അത് ആസ്വദിക്കാൻ പറ്റും. ഇപ്പോൾ എക്സിപ്പെരി എഴുതിയിട്ടുള്ള ലിറ്റിൽ പ്രിൻസ് എന്ന് പറയുന്ന ലഘു നോവലുണ്ട്. അതുപോലെ ആലിസ് ഇൻ വണ്ടർലാൻഡ് ലൂയിസ് കാരോളിൻ്റെ. ഇതെല്ലാം നമുക്ക് ഇപ്പോഴും വായിക്കാം. 53 വയസ്സുള്ള ഞാനും 85 വയസ്സുള്ള എൻ്റെ അമ്മയ്ക്കും അത് ഒരേപോലെ എല്ലാ കാലത്തും ആസ്വാദ്യകരാണ്. എന്നാൽ കുട്ടിക്കാലത്ത് വായിച്ചപ്പോൾ ഉള്ള ഒരു ഏകതലത്തിൽ നിന്ന് ബഹുതല സ്പർശിയായിട്ടുള്ള ഒരു ആഖ്യാന സ്വരൂപം അതിനകത്തുനിന്ന് പതിവ് ഇൻവോൾവ് ചെയ്ത് വരെ നമ്മൾ കണ്ട് അത്ഭുതപ്പെട്ടു പോകും. അപ്പോൾ ലോകത്തിലെ അത്തരം കൃതികൾ എഴുതിയിട്ടുള്ള എഴുത്തുകാരെല്ലാം നമുക്ക് പരിശോധിച്ചറിയാതെ മഹാന്മാരായ എഴുത്തുകാരുടെ ഗണത്തിൽപ്പെട്ട ആളുകൾ, അല്ലാണ്ട് ബാലസാഹിത്യം എന്ന് പറഞ്ഞിട്ടൊരു സംവരണ സീറ്റിലുള്ള ആളുകളല്ല, മഹാന്മാരായ എഴുത്തുകാരാണ്. ഇനി മഹാഭാരതം, രാമായണം തുടങ്ങിയ ഇതിഹാസങ്ങളെ നോക്കൂ. അതിൻ്റെ തന്നെ കഥയ്ക്ക് ഒരു ക്വാളിറ്റി അത് കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. നേരെ തിരിച്ചും മുതിർന്നവർക്ക് വേണ്ടി എഴുതപ്പെട്ട ഒരു കൃതിയുടെ ഒരു തലം കുട്ടികൾക്ക് കൂടി. അതുകൊണ്ട് നമ്മൾ ഈ അമർചിത്രകഥയൊക്കെ ആയിട്ട് ധാരാളമായിട്ട് വിറ്റുപോയതും കുട്ടികൾ മുഴുവനും വായിച്ചതും. അപ്പം ഇത് പരസ്പരം പൂരകമാക്കുന്ന ഒരു എലമെൻ്റ് ഈ ബാലസാഹിത്യവും വലിയ സർഗാത്മക പ്രതിഭകളും തമ്മിലുള്ളൊരു കൊടുക്കൽ വാങ്ങൽ അവിടെ ഉണ്ട്. പക്ഷെ മലയാളത്തിൽ നോക്കൂ, നമ്മുടെ നിർഭാഗ്യവശാൽ മലയാളത്തിലെ ബാലസാഹിത്യം കുട്ടികൾക്ക് പോലും വായിച്ചാൽ ഇഷ്ടപ്പെടാത്തതാണ്. പിന്നെ അല്ലേ മുതിർന്നപ്പോൾ വായിക്കുക എന്നുള്ളത്. പലപ്പോഴും മുതിർന്നവർക്ക് വേണ്ടി രചനകളിൽ ഏർപ്പെട്ട് പരാജയപ്പെട്ടു പോകുന്നവർക്കുള്ള ഒരു സംവരണ സീറ്റ് പോലെയാണ് ഇതിനെ കാണുന്നത്. കുറച്ചുകൂടി അവാർഡൊക്കെ ഒരേപോലെ കിട്ടും. കേരള സാഹിത്യ അക്കാദമിയൊക്കെ പുരസ്കാരം കൊടുക്കും, തുകയ്ക്ക് വ്യത്യാസമൊന്നുമില്ല. പക്ഷെ അത് ആ കുട്ടികൾ പോലും വായിച്ച് ആസ്വദിക്കാത്ത തരത്തിലുള്ള കുറേ രചനകൾ ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ പോലും മനസ്സിലാക്കാത്ത ബാലസാഹിത്യ രചനകളുണ്ടാണ്. ഉദാഹരണത്തിന് ഇപ്പം ഞാൻ ബാലഭൂമി എന്ന് പറഞ്ഞിട്ട് മാതൃഭൂമിയുടെ ഒരു പ്രസിദ്ധീകരണത്തിൽ 15 വർഷം പത്രാധിപ സമിതിയിലുണ്ടായിരുന്നതാണ്. അവസാനം അതിൻ്റെ ചുമതലക്കാരനായിരുന്നു. അപ്പോൾ അവിടെ കുട്ടി സാഹിത്യം എന്ന് പറഞ്ഞ് എഴുതിക്കൊണ്ട് വരുന്ന കവിതകളിലെ ഭൂരിഭാഗവും, അങ്ങനെയല്ലാത്ത ചിലരെങ്കിലും ഉണ്ട്, അവരെ ഞാൻ സ്നേഹത്തോടെയും ആദരവോടെയും സ്മരിക്കുന്നു, എന്നാലും ഭൂരിഭാഗം ആളുകൾക്കും ജീവശാസ്ത്രപരമായിട്ടുള്ള ബേസിക്, കുട്ടികളിതും അറിഞ്ഞു വരുന്ന കാലമാണല്ലോ, അതിനെപ്പറ്റി പോലും ധാരണയില്ലാത്ത ആളുകളുണ്ട്. ഉദാഹരണത്തിന് തുമ്പി തുമ്പി എന്ന് പറഞ്ഞ് എഴുതുമ്പോൾ അത് തേൻ കുടിക്കുന്ന തുമ്പി എന്ന് പറഞ്ഞു. നമ്മൾ തുമ്പി എന്ന് പറയുന്ന സാധനം ഈ ഡ്രാഗൺ ഫ്ലൈ എന്ന് പറയുന്ന സാധനമാണ് സാധാരണ മലയാളത്തിൽ തുമ്പി എന്ന് പറയുന്ന സാധനം. ഇപ്പോൾ നമ്മൾ ചിത്രശലഭത്തെ നമ്മൾ പൂത്തുമ്പി എന്ന് വിളിക്കാറുണ്ടെങ്കിലും തുമ്പി എന്ന് പറയുമ്പോൾ ഡ്രാഗൺ ഫ്ലൈ ആണ്. ആ തുമ്പി തേൻ കുടിക്കുന്ന ജീവിയല്ല, അത് മാംസഭുക്കാണ്. അത് പൂക്കളിൽ വന്നിരിക്കുന്നത് തേൻ കുടിക്കാനല്ല, പൂക്കളിലിരിക്കുന്ന കൊച്ചു പ്രാണികളെ തിന്നാൻ വേണ്ടിയിട്ടാണ്. അത് പ്രാക്തനമായിട്ടുള്ള നമ്മുടെ ദിനോസറുകളുടെ കാലം മുതലുള്ള ഒരു ജന്തു, അതിന് ഇടുക്കം വന്നിട്ട് ചുരുങ്ങിയതാണ് നമ്മളിപ്പോൾ കാണുന്ന ഡ്രാഗൺ ഫ്ലൈ എന്ന് പറയുന്നത്. അത് ചരിത്രം സയൻസ് വായിക്കുന്നവർക്കറിയാം. അത് കല്ലെടുക്കുന്നത്, അതിനേക്കാൾ ഭാരമുള്ള ജന്തുക്കളെ, ആടിനെ അല്ലെങ്കിൽ അതുപോലെയുള്ള മാനുകളെ എല്ലാം റാഞ്ചിക്കൊണ്ട് പോകാൻ ശക്തി ഉണ്ടായിരുന്ന ഒരു പഴയകാല തുമ്പി ഉണ്ടായിരുന്നു, വലിയ ശക്തനായിട്ടുള്ള തുമ്പി. അതിൻ്റെ ജീനിൻ്റെ ഓർമ്മ അതിൻ്റെ കാലുകൾ ഉള്ളതുകൊണ്ടാണ് അതിപ്പോഴും ആ ഓർമ്മ വെച്ചാണ് ഈ കല്ലിനെ എടുത്ത് പറക്കുന്നത്.
അതിന് അത്രയും ശക്തിയുണ്ട്. മാംസബുക്കാണത്. അത് മാംസം മാത്രം ഭുജിക്കുന്ന ഒരു ജന്തുവാണ് തുമ്പി എന്ന് പറയുന്നത്. പക്ഷെ അതുപോലും മനസ്സിലാകാതെ ഈ തുമ്പിയുടെ അടുത്ത വരി തേൻ കുടിക്കാൻ താ വരുന്നതുകൊണ്ട് തുമ്പി വിളിച്ച ഉടനെ തേൻ കുടിക്കാൻ പാ തുമ്പി എന്ന് പറഞ്ഞിട്ടാണ് എഴുതുക. അപ്പോൾ ഇതുണ്ടാക്കുന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. ഇപ്പോൾ അവരെ കുട്ടിക്കാലത്ത് സയൻസ് പഠിപ്പിക്കണമെന്നല്ല, പക്ഷേ സാഹിത്യത്തിന് ഇത്തരം ചില ഉപയോഗം കൂടിയുണ്ട്. ബാലസാഹിത്യത്തിന് പ്രത്യേകിച്ചും നമ്മൾ വെറുതെ കഥ പറഞ്ഞ് ആസ്വദിക്കുന്ന കൂട്ടത്തിൽ ചില കാര്യങ്ങൾ കൂടി അറിയുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലാണ് ഏറ്റവും വലിയ ബാലസാഹിത്യം ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ പഞ്ചതന്ത്രം കഥകൾ എല്ലാ കാലത്തും ഏത് പ്രായത്തിലും വായിക്കാം. വിക്രമാദിത്യൻ കഥകൾ, കഥാസരിസാഗരം, അതെല്ലാം മഹത്തായ കൃതികളാവുന്നത് അത് ഏത് പ്രായത്തിലും വായിക്കാം എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് നമുക്ക് പഞ്ചതന്ത്രം കഥകൾ എന്ന് പറഞ്ഞാൽ ഒരു മണ്ടന്മാരായ രാജകുമാരന്മാരെ സ്കൂളിൽ വിട്ട് എത്ര പഠിപ്പിച്ചിട്ടും അവർ രാജതന്ത്രങ്ങൾ പഠിക്കാത്തതുകൊണ്ട് അവർക്ക് ഈ സ്റ്റേറ്റ്സ്മാൻഷിപ്പ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ഗുരുനാഥനെ കൊണ്ടുവന്നിട്ട് ആനിമൽ സ്റ്റോറികളിലൂടെ മൃഗങ്ങളുടെ കഥകൾ പറഞ്ഞു കൊടുക്കണം ആ ഗുരുനാഥൻ. പക്ഷെ അതെല്ലാം പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട കഥകളാണ്. എങ്ങനെയാണ് ഒരു രാജകുമാരൻ എങ്ങനെയായിരിക്കണം, നാളെ അധികാരം കിട്ടുമ്പോൾ അയാൾ എങ്ങനെ ഓരോരുത്തരോടും പെരുമാറണം എന്ന് പഠിപ്പിക്കുകയാണ്. പക്ഷെ പറയുന്ന മുഴുവൻ ഈ മൃഗങ്ങളുടെ കഥയാണ്, കാട്ടിലെ കഥകളാണ്. രാജാവുണ്ടായിരുന്നു, അങ്ങനെ. അപ്പോൾ അത് വലിയ പ്രതിഭാശാലിത്വം ആവശ്യപ്പെടുന്നൊരു മേഖലയാണ് ബാലസാഹിത്യം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഏരിയയിൽ കുറച്ച് എനിക്ക് ചെയ്യാൻ എന്തെങ്കിലും പറ്റുമോ എന്നുള്ള ആലോചനയുടെ ഭാഗമായിട്ടാണ് ഞാൻ ലോകത്തിൽ നിന്ന് മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ ഞാൻ എൻ്റെ മക്കൾ വളരുന്ന പ്രായമായിരുന്നു അത്. എൻ്റെ മക്കൾ ജനിച്ച് അവർക്ക് 15 വയസ്സാവുന്ന വരെയുള്ള കാലത്തിലായിരുന്നു ഞാൻ ബാലഭൂമിയുടെ ചുമതലക്കാരനായിരുന്നു. അപ്പോൾ ആ കാലത്ത് അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ലോകത്തുനിന്ന് കണ്ടുപിടിച്ച് എഴുതിയ കഥകളാണ് ആ കഥകളല്ല ഞാൻ എഴുതിയ ബാലസാഹിത്യം മുഴുവൻ. അവർ വളർന്നതോടെ ഞാൻ ബാലഭൂമി വിടുകയും അവർ മുതിരുകയും ചെയ്തു.